Question number 51. In a 3-column cash book, the dash column is not balanced. Option A, discount column. Option B, cash column. Option C, bank column. Option D, none of the above. 3-column cash bookil ഏത് കോളമാണ് ബാലൻസ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3-column ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ 3 എമൗണ്ട് കോളമാണുള്ളത്. ഒന്ന് ക്യാഷ്, ബാങ്ക്, പിന്നെ ഡിസ്കൗണ്ട് കോളം. ഇതിനകത്ത് ക്യാഷ് കോളവും ബാങ്ക് കോളവും നമ്മൾ ബാലൻസ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഡിസ്കൗണ്ട് കോളം ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡിസ്കൗണ്ട് കോളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 52. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്? താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റം ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് റിസീപ്റ്റ് ഫ്രം അനിൽ ₹40,000. അനിലിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ റെസീപ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഈ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തത് നോക്കാം. പർച്ചേസസ് വർത്ത് ₹30,000. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ക്യാഷ് പർച്ചേസ് ആണെന്ന്. ക്യാഷ് പർച്ചേസ് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഇതും ശരിയാണ്. മൂന്നാമത്തത്, ക്രെഡിറ്റ് സെയിൽസ് വർത്ത് ₹20,000. ഇവിടെ ക്രെഡിറ്റ് സെയിൽസിന് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാഷ് ബുക്കിലല്ല വരുന്നത്, സെയിൽസ് ഡേ ബുക്കിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഫോർത്ത് വൺ, ക്യാഷ് സെയിൽസ് വർത്ത് ₹40,000. ക്യാഷ് സെയിൽസ് നമ്മൾ ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിലാണ് ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി only 3, ഓപ്ഷൻ ഡി only 4. ഇതിനകത്ത് ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 മാത്രമാണ് ക്യാഷ് ബുക്കിൽ വരില്ലാത്തതുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി only 3 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 53. Which of the following is not a nominal account? Option A, outstanding salaries account. Option B, salaries account. Option C, interest paid. ഓപ്ഷൻ ഡി, കമ്മീഷൻ റിസീവ്ഡ്. താഴെ തന്നിരിക്കുന്നവയിൽ നോമിനൽ അക്കൗണ്ട്സ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട്സ് വരുന്നത് എക്സ്പെൻസ്, ഇൻകം ഇവയെല്ലാമാണ്. ഇതിൽ സാലറീസ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് ഇത് മൂന്നും എക്സ്പെൻസും ഇൻകം ആയിട്ടാണ് വരുന്നത്, നോമിനൽ അക്കൗണ്ട്സ് ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ എ, ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് അക്കൗണ്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഇൻവെൻറ്ററി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ, ഫിക്സഡ് അസറ്റ്. ഓപ്ഷൻ ബി, വേസ്റ്റിംഗ് അസറ്റ്. ഓപ്ഷൻ സി, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓപ്ഷൻ ഡി, സർക്കുലേറ്റിംഗ് അസറ്റ്. ഇൻവെൻറ്ററി ഏതിന് താഴെ തന്നിരിക്കുന്നതിൽ ഏതിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സർക്കുലേറ്റിംഗ് അസറ്റ് ആണ്. നമുക്കറിയാം ഇൻവെൻറ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സർക്കുലേറ്റിംഗ് അസറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 55. മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്ഷൻ ബി, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ്. ഓപ്ഷൻ സി, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് സെയിൽസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്ഷൻ ഡി, ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്ത മെറ്റീരിയലിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 56. ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് എ. ഓപ്ഷൻ എ, നോമിനൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി, റിയൽ അക്കൗണ്ട്. ഓപ്ഷൻ സി, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏത് ടൈപ്പ് അക്കൗണ്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റിയൽ അക്കൗണ്ട് ആണ്. നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് റിയൽ അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 57. Select the correct statement or statements from the following. First one, debit in liabilities means decrease in liabilities. Second one, credit in expenses means increase in expenses. Third one, debit in capital means decrease in capital. Fourth one, credit in income means decrease in income. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 and 3 only. ഓപ്ഷൻ ബി 2 and 3 only. ഓപ്ഷൻ സി 4 only. ഓപ്ഷൻ ഡി all of the above.
താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 5 ടൈപ്പ് അക്കൗണ്ട്സ് ആണ് നമുക്കുള്ളത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഇതിൽ അസറ്റ്, എക്സ്പെൻസ് എന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഈ 3 അക്കൗണ്ട്സും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഡെബിറ്റ് ഇൻ ലയബിലിറ്റീസ് മീൻസ് ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ്. ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഡിക്രീസ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷൻ ശരിയാണ്. ക്രെഡിറ്റ് ഇൻ എക്സ്പെൻസ് മീൻസ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്. എക്സ്പെൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴല്ല ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. ഈ ഓപ്ഷൻ തെറ്റാണ്. ഡെബിറ്റ് ഇൻ ക്യാപിറ്റൽ മീൻസ് ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുമ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണ്. ക്രെഡിറ്റ് ഇൻ ഇൻകം മീൻസ് ഡിക്രീസ് ഇൻ ഇൻകം. ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഇത് തെറ്റാണ്. ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഏതാണെന്ന് നോക്കാം. ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് 1ഉം 3ഉമാണ്. 1 and 3 only. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 and 3 only. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. An amount of ₹1000 withdrawn by a proprietor for his personal use is debited to office expense. What will be the rectification entry to correct the error? Option A, office expense account debtor to drawings account. Option B, capital account debtor to drawings account. ഓപ്ഷൻ സി, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇവിടെ എന്താണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്? 1000 രൂപ പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോൺ ചെയ്തു. പക്ഷേ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഇതൊരു എററായിട്ടാണ് വരുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണ് വരുന്നതെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡ്രോയിങ്സ് വരുന്ന സമയത്ത് അതിൻ്റെ എൻട്രി വരുന്നത് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ഇവിടെ ക്യാഷ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിരിക്കും എൻട്രി വരുന്നത്. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ഇവിടെ ഓഫീസ് എക്സ്പെൻസിന് ഡെബിറ്റ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഓഫീസ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. ഡ്രോവിങ്സിന് ഡെബിറ്റ് വരണമായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രോവിങ്സിനെ ഡെബിറ്റ് ചെയ്തതുമില്ല. അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി എൻട്രി എഴുതുമ്പോൾ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സിന് ഡെബിറ്റ് വരികയും ചെയ്തു. ഓഫീസ് എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തത് ക്യാൻസലായി പോവുകയും ചെയ്തു. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 59. റീസൺ ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഇൻക്ലൂഡ്സ്. ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. സെക്കൻഡ് വൺ, ചെക്ക് സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്. തേർഡ് വൺ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 1 and 2, ഓപ്ഷൻ സി only 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് വരാനുള്ള കാരണം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു റീസൺ തന്നെയായിട്ടാണ് വരുന്നത്. സെക്കൻഡ് വൺ നോക്കാം. ചെക്ക് സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്. നമുക്ക് ക്യാഷ് തരാനുള്ള ഒരാൾ ചെക്ക് തന്നു, നമ്മളത് ബാങ്കിൽ കളക്ഷന് വേണ്ടി കൊടുത്തു, പക്ഷേ അത് കളക്ട് ചെയ്തിട്ടില്ല. ഇതും നമുക്ക് ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം തന്നെയാണ്. മൂന്നാമത്തത് നോക്കാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്കിൽ നമുക്കുള്ള ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം തന്നെയാണ്. ഇവിടെ മൂന്നും നമ്മളെ റീസൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 60. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ക്യാരേജ് ഔട്ട്വേർഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സെക്കൻഡ് വൺ, അഡ്വർടൈസ്മെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. തേർഡ് വൺ, ഫ്രൈറ്റ് ഇൻവേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഫോർത്ത് വൺ, വേജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
അടുത്തത് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത് കറക്റ്റാണ്. മൂന്നാമത്തേത് നോക്കാം. ഫ്രൈറ്റ് ഇൻവേർഡ്. ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഫോർത്ത് വൺ നോക്കാം. വേജസ്. വേജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 3 and 4, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 2 and 3. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് 2 മാത്രമാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 only ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61. ഇഫ് വി ടേക്ക് ഗുഡ്സ് ഫോർ ഓൺ യൂസ് വി ഷുഡ് ഡാഷ്. ഓപ്ഷൻ എ ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡെബിറ്റ് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട്. നമ്മൾ ഗുഡ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ കറക്റ്റായിട്ട് വരുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്നാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 62. Losses are anticipated and profits are not accounted until realized is the part of which of the following principle? Option A consistency, option B comparability, ഓപ്ഷൻ സി കൺസർവേറ്റിസം, ഓപ്ഷൻ ഡി ഡിസ്ക്ലോഷർ. ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ലോസസ് ആർ ആൻറ്റിസിപ്പേറ്റഡ്. നമ്മൾ വരാനിരിക്കുന്ന ലോസ് എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രോഫിറ്റ്സ് ആർ നോട്ട് അക്കൗണ്ടഡ് അൺടിൽ റിയലൈസ്ഡ്. പ്രോഫിറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്യുന്നത് വരെ നമ്മൾ അക്കൗണ്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൺസർവേറ്റിസം ആണ്. കൺസർവേറ്റിസം പ്രിൻസിപ്പിളിനെ നമ്മൾ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് വരാനിരിക്കുന്ന എല്ലാ ലോസസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും, എന്നാൽ പ്രോഫിറ്റ്സ് ഒന്നും തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൺസർവേറ്റിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 63. While preparing accounts from incomplete records, the amount of credit sale is determined by option A preparing total creditors account, option B preparing total debtors account, option C ascertaining the balance in trading account other than closing stock, option D ascertaining the balance in debtors account and cash book. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വൈൽ പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സെയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രിപ്പയറിംഗ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രിപ്പയറിംഗ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 64. Provision for bad debt is calculated on dash. Option A creditors, option B sales, option C purchases, ഓപ്ഷൻ ഡി ഡെറ്റേഴ്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡെപ്റ്റേഴ്സ് ആണ്. നമുക്കറിയാം ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് കിട്ടാക്കടമാണ്. നമുക്ക് കിട്ടാനുള്ള പണം കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അതിന് നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറയും. അപ്പോൾ ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സിൻ്റെ ബേസിസിലായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡെപ്റ്റേഴ്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 65. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ₹1 lakh. Rate of gross profit on sales is 20%. What is the amount of sales? Option A 1,20,000, option B 80,000, option C 1,25,000, option D none of this. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 1,00,000 തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് 20% ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ്. സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 1 lakh തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പെർസെൻറ്റേജ് അപ്പോൾ എത്രയായിരിക്കും? 80% ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. കാരണം ഗ്രോസ് പ്രോഫിറ്റ് 20% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80% ആയിരിക്കും. ഇനി ഈ 80%ൻ്റെ എമൗണ്ട് ആണ് നമുക്കിവിടെ 1 lakh എന്ന് തന്നിരിക്കുന്നത്. അപ്പം ടോട്ടൽ എമൗണ്ട് സെയിൽസ് കാണാൻ വേണ്ടി നമുക്ക് 1 lakh divided by 80 into 100 ചെയ്താൽ മതി.
25,000 ഇൻറ്റു 5 1,25,000 ആയിരിക്കും എമൗണ്ട് വരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1,25,000 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് വിൽ അപ്പിയർ ഇൻ ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഒള്ളി, ഓപ്ഷൻ ബി ബോത്ത് സൈഡ്സ് ഓഫ് ദ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഒള്ളി, ഓപ്ഷൻ ഡി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എവിടെയൊക്കെ വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്ന് പറയുന്ന ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആയിരിക്കും. ഇവിടെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുമ്പം ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലും പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലും നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബോത്ത് സൈഡ്സ് ഓഫ് ദ ക്യാഷ് ബുക്ക് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 67. The loss on sale of old furniture is debited to ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഫർണിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ സി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നമുക്കറിയാം ഫർണിച്ചർ വിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമല്ല ലോസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. എക്സ്പെൻസസും ലോസസും ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 68. Which of the following statement is incorrect? Option A, all personal and real account ultimately show balances. Option B, the balances of nominal accounts are transferred to profit and loss account. Option C, separate account is opened in ledger books for each account. Option D, rent is a personal account but outstanding rent is a nominal account. ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓൾ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട് അൾട്ടിമേറ്റ്ലി ഷോ ബാലൻസസ്. നമുക്കറിയാം എല്ലാ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാറുണ്ട്. പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും ബാലൻസ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ടെന്ന് നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ എ ശരിയാണ് വരുന്നത്. ഓപ്ഷൻ ബി ദ ബാലൻസസ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആർ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതും ശരിയാണ്. നോമിനൽ അക്കൗണ്ട്സ് നമ്മൾ ഓരോ ഇയർ എൻഡിലും ക്ലോസ് ചെയ്ത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബിയും ശരിയാണ്. ഓപ്ഷൻ സി സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ ലെഡ്ജർ ബുക്സ് ഫോർ ഈച്ച് അക്കൗണ്ട്. ഓപ്ഷൻ സിയും ശരിയായിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ഡി റെൻറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഈ ഓപ്ഷൻ വരുന്നത് തെറ്റാണ്. റെൻ്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 69. Which of the following best describes the accrual concept? Option A, revenue is recorded only when cash is received. Option B, expenses are recorded when paid. Option C, revenues and expenses are recognized when earned, incurred, not when cash changes hands. Option D, only material amount should be recorded. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ഏൺഡ് ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ചേഞ്ചസ് ഹാൻഡ്സ്. ഇത് വരുന്നത് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയോ കൊടുത്തോ എന്നുള്ളതല്ല, എപ്പോഴാണോ റവന്യൂ ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് എപ്പോഴാണോ ഡ്യൂ ആവുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 70. Which of the following account will be credited in the books of XYZ Company Limited if the business purchased a vehicle through check? Option A, vehicle account. Option B, cash account. Option C, business account. Option D, bank account. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് വെഹിക്കിൾ XYZ എന്ന് പറയുന്ന കമ്പനി ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്തു, അവിടെ ഏത് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട് ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെഹിക്കിൾ പർച്ചേസ് ചെയ്തു ത്രൂ ചെക്കാണ്, നമ്മുടെ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എൻട്രി വരുന്നത് വെഹിക്കിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നാണ്.
അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 71. Which one of the following will lead to understatement of net profit? Option A, transfer of reserve. Option B, treating capital expenditure as revenue expenditure. Option C, amortization of fictitious asset. Option D, treating revenue expenditure as capital expenditure. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് കുറയാൻ കാരണമായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം നമ്മൾ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് അതനുസരിച്ച് കൂടി വരും, അതിന് പ്രോഫിറ്റിന് അത് കുറച്ച് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 72. വിച്ച് ഓഫ് ദ ടു അക്കൗണ്ട്സ് വിൽ ബി അഫക്റ്റഡ് ഇൻ കേസ് ഓഫ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം രമേഷ് ഫോർ പേഴ്സണൽ യൂസ്? ഓപ്ഷൻ എ, ബോത്ത് റിയൽ അക്കൗണ്ട്സ്. ഓപ്ഷൻ ബി, ബോത്ത് പേഴ്സണൽ അക്കൗണ്ട്സ്. ഓപ്ഷൻ സി, വൺ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് വൺ റിയൽ അക്കൗണ്ട്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ഫ്രം രമേഷ്, ഏത് അക്കൗണ്ടാണ്, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ഇവിടെ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രി വരുന്നത് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു രമേഷിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. രമേഷ് അക്കൗണ്ടാണ്. ഇവിടെ വരുന്നത് രണ്ടും പേഴ്സണൽ അക്കൗണ്ടാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബോത്ത് പേഴ്സണൽ അക്കൗണ്ട്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 73. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐറ്റം ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഓപ്ഷൻ എ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ്. ഓപ്ഷൻ ബി, ആനുവൽ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഇൻവെൻറ്ററി. ഓപ്ഷൻ സി, കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇമ്പോർട്ട് ഓഫ് എക്യുപ്മെൻറ്റ്. ഓപ്ഷൻ ഡി, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓൺ മെഷീനറി. ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് അത് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെയുള്ള എക്സ്പെൻസസ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 74. ICE trial balance as on 31st December 2024 contains the following information. 12% bank loan rupees 40,000, interest paid rupees 3,800. Interest debited to profit and loss account is dash. Option A, 4,800. Option B, 5,000. Option C, 5,500. Option D, 1,000. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐയുടെ ട്രയൽ ബാലൻസിൽ താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 12% ബാങ്ക് ലോണ് 40,000 രൂപയുള്ളൊരു ബാങ്ക് ലോൺ ഉണ്ട്. അതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് 3,800 രൂപയാണ്. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ് ഡ്യൂ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. 40,000-ൻ്റെ 12% ആണ് ഇവിടെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. 4,800 രൂപയാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ പേ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,800 രൂപയാണ്. എന്നാൽ P&L അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ഡ്യൂ ആയ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 4,800 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 75. Pre-received income is deducted from the income in the current year's P&L account. The underlying assumption being dash. Option A, matching concept. Option B, conservatism. ഓപ്ഷൻ സി, റിയലൈസേഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് പ്രീ റിസീവ്ഡ് ഇൻകം, മുൻകൂട്ടി റിസീവ് ചെയ്ത ഇൻകം നമ്മൾ P&L അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മാച്ചിങ് കൺസെപ്റ്റ് ആണ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഈ വർഷം ഏൺ ചെയ്ത ഇൻകം മാത്രമാണ് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. മുൻകൂട്ടി നമ്മൾ റിസീവ് ചെയ്ത ഇൻകം നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മാച്ചിങ് കൺസെപ്റ്റ് ആയിരിക്കും.